അടുത്തയും ഒരു വളരെ നല്ല ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. പറയുന്നത് ഫൈൻഡ് ദ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ദ വെയ്റ്റ് ബീയിങ് ദി കറസ്പോണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ അവിടെ പറയുന്നത് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഏതിൻ്റെ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ. അപ്പം നിങ്ങൾക്കറിയാം ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ നിങ്ങൾക്കറിയാം 1 നിന്നാണ് തുടങ്ങുന്നത്. നാച്ചുറൽ നമ്പറിനെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇവിടെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ ഉദ്ദേശിക്കുന്നത് 1, 2, 3 അങ്ങനെ n വരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്ന് പറയുമ്പം അവിടെ അതും നമ്മുടെ ഈ പറഞ്ഞ നാച്ചുറൽ നമ്പർ ആയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് പറയുന്നത്. അതും കറസ്പോണ്ടിങ് നമ്പേഴ്സ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് വിച്ച് ഈസ് ഓൾസോ നാച്ചുറൽ നമ്പർ ആൻഡ് കറസ്പോണ്ടിങ് നമ്പേഴ്സ്, അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് n വരെ പോകുന്നത് തന്നെ ആയിരിക്കും അവിടെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്ന വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും പോകുന്നത്? ആദ്യത്തെ 1ൻ്റെ വെയിറ്റ് 1, സോ 1 × 1 പ്ലസ് അടുത്തത് 2ൻ്റെ 2, അടുത്ത് 3ൻ്റെ 3, അങ്ങനെ എവിടെ വരെ പോകണം? n വരെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ നമ്പർ പറഞ്ഞിട്ടില്ല, അപ് ടു n എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ n-ൻ്റെ n. ഇനി മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതേ 1 + 2 + 3 + 4 അങ്ങനെ n വരെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മേളിൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മേളിൽ എന്താ വന്നിരിക്കുന്നത്? 1² + 2² + 3² അങ്ങനെ അപ് ടു n² ആണ് വന്നിരിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ് മേളിൽ വന്നിരിക്കുന്നത്. താഴെ നോക്കിയാലോ 1 + 2 + 3 അപ് ടു n എന്ന് പറഞ്ഞാൽ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. മേളിൽ സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സും താഴെ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല എന്താണ്? n × n + 1 × 2n + 1 by 6 ആണ് സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതോ n × n + 1 by 2. സോ നമ്മളിതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കണം. സോ n × n + 1ഉം n × n + 1ഉം ക്യാൻസൽ ആവും. ഇവിടുന്ന് 2ഉം ഇവിടുന്ന് 6ഉം ക്യാൻസൽ ആയത് ഇവിടെ 3 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് 2n + 1 by 3 എന്നായിരിക്കും നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു വളരെ എല്ലാവർക്കും നല്ലപോലെ അറിയാൻ സാധ്യത ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആണ്. വളരെ കോമൺ ആയിട്ട് കാണാത്തൊരു ക്വസ്റ്റൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കോ. വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്തമാറ്റിക് മീനിൻ്റെ ആ ഒരു അതും വിത്ത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വന്നിരുന്നത്.